ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വസ്തത ഈ ദിവസങ്ങളിൽ ദൈവം ആഴവും ശക്തമായി അത് വെളിപ്പെടുത്തും. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത്. ചില അവകാശങ്ങൾ ലഭിക്കാനുണ്ട്, ചില നന്മകൾ ലഭിക്കാനുണ്ട്, എന്നാൽ അത് കരത്തിൽ കെട്ടുന്നില്ല. അത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ വെളിപ്പെട്ട് വരുന്നില്ല. എവിടേക്കോ ഏതൊക്കെയോ തലങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ, ചില മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നു. ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളോട്, ജീവിതങ്ങളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത്. യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം 6 വാക്യം, ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. ഇന്ന് ഹൃദയതലത്തിലേക്ക് ആഴമായി ഈ ദൂത് പരിശുദ്ധാത്മ പകരുക. ദൈവം കൽപ്പിക്കും. ദൈവത്തിൻ്റെ പൈതലെ, ലഭിക്കേണ്ട നന്മയാ, കരത്തിൽ വരേണ്ട അവകാശമാ, എന്നാൽ അതിന്ന് ദൂരെയാ, അതിന്ന് വിദൂരമാ, അതൊത്തിരി അകലെയായിരിക്കുന്നു. സമയം കഴിഞ്ഞിട്ടും കാലങ്ങൾ കഴിഞ്ഞിട്ടും കുടുംബത്തിൽ വരേണ്ടത്, കുടുംബത്തിൽ വന്നു ചേരേണ്ടത്, കരത്തിൽ ലഭിക്കേണ്ടത് അത് ലഭിക്കാതിരിക്കുന്നു. ഇന്ന് അപ്രകാരം ഹൃദയം തകർന്ന് ഉടഞ്ഞിരിക്കുന്ന ജീവിതങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമിതാ, ദൈവത്തിൻ്റെ ദൂതിതാ. കർത്താവ് കൽപ്പിക്കും, ദൈവം കൽപ്പിക്കും, ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ചിലതൊക്കെ പിടിച്ചു വയ്ക്കുക ശത്രു നോക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട നന്മകൾ, അവകാശങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്വം സമ്പൂർണമായി ദൈവത്തിൻ്റെ കരം ആ വിഷയം ഏറ്റെടുത്തിരിക്കും. ഇന്ന് ഭാരപ്പെടുന്ന, ദുഃഖിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, വേദനാജനകമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവ് ഈ ദിവസങ്ങളിൽ കൽപ്പിക്കും. ദൈവം കൽപ്പിച്ച നിശ്ചയവാ, അത് കൂടാരത്തിൽ കടന്നു വരും, അത് ജീവിതത്തിൽ കടന്നു വരും. എത്ര വിദൂരെ നിൽക്കുന്നതാണെങ്കിലും, എത്ര അകന്ന് നിൽക്കുന്നതാണെങ്കിലും, കർത്താവ് കൽപ്പിച്ച നിശ്ചയവാ, അത് ജീവിതത്തോട് ചേർന്ന് വരും. ആഴമായി ഈ ദൂത് ഏറ്റെടുക്കട്ടെ. ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് ഇന്ന് ദൂത് ഇടപെടുവാൻ. ദൈവത്തിൻ്റെ പൈതലെ, ഇതുപോലെ തടുത്തു വയ്ക്കുന്നുണ്ടോ? ഇതുപോലെ തരാതെ നിൽക്കുന്നുണ്ടോ? ദൈവമുണ്ട്, പ്രവർത്തിക്കുവാൻ ദൈവമുണ്ട്, കൽപ്പിക്കുവാൻ ദൈവമുണ്ട്. അധികാരമുള്ള കർത്താവ് ചലിച്ചിരിക്കും. റോമാലേഖനം 4:17 വാക്യം പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവ. ദൈവം വിളിച്ച വരും. ദൈവം വിളിച്ച വിളി കേൾക്കാതെ ഇരിക്കത്തില്ല. ഇന്ന് ആരോട് ശക്തമായി പരിശുദ്ധമായ ചില കുടുംബങ്ങളെ നോക്കി ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ഇന്നത്തെ ഇല്ലായ്മയെ ദൈവം ചിലത് വിളിച്ചു വരുത്താൻ പോവാ. കർത്താവ് കൽപ്പിച്ചതാ ജീവിതത്തിൻ്റെ തലങ്ങളിൽ കടന്നു വരാൻ പോകുന്ന ദൈവത്തിൻ്റെ ആഴമേറിയ ദൂത്. ഹൃദയത്തെ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുക, ഇന്ന് ശക്തീകരിക്കുക. പരിശുദ്ധാത്മാവ് ഈ ദൂത് പകരുക. ശീമോൻ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഒന്നും കിട്ടിയില്ല. അതിനകത്തുനിന്നൊരു ദൂത് ആഴമായി ഇടപെടുന്നു. ദൈവത്തിൻ്റെ പൈതലെ, വർഷങ്ങളായി അധ്വാനിക്കുക, ദീർഘകാലങ്ങളായി അധ്വാനിക്കുക, ഇന്നും ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും അവകാശമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ആ തലത്തിൽ ജീവിതമായിരിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, ദൈവം കൽപ്പിക്കും. ആഴിയുടെ ആഴങ്ങളിൽ എത്ര തടുത്തു വയ്ക്കാൻ നോക്കിയാലും, എത്ര ശൂന്യമാക്കാൻ നോക്കിയാലും ദൈവം കൽപ്പിക്കും. വലയിൽ കയറേണ്ടത്, പടകിൽ കയറേണ്ടത്, ജീവിതത്തിൽ കടന്നു വരേണ്ടത് ദൈവം കൽപ്പിക്കും. ആ നിലവാരത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ദൂത് വിശ്വസിച്ചു. ജോലി തരാതെ തടുത്തു വയ്ക്കുന്നുണ്ടോ? ദൈവം കൽപ്പിക്കും കേട്ടോ. വിസ തരാതെ ആ പ്രകാരമുള്ള അവസ്ഥയിൽ തടുത്തു വയ്ക്കുന്നുണ്ടോ? ദൈവം തരും. ഇന്ന് പകൽക്കാലം ഈ ദൂതങ്ങ് ആഴമായി വിശ്വസിച്ചു. ഏത് തലത്തിലാ ശത്രു തടുത്തു വയ്ക്കാൻ നിൽക്കുന്നത്, അതിനെ ശാസിച്ചുകൊണ്ട് അധികാരമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തലങ്ങൾ നിശ്ചയമായി ഇതാ വെളിപ്പെട്ടു വരാൻ പോകുന്നു. ദൈവം കൽപ്പിക്കും.
കൽപ്പിക്കും. കർത്താവ് എനിക്ക് വേണ്ടി കൽപ്പിക്കും. എനിക്ക് കിട്ടേണ്ട നന്മ അതെൻ്റെ കരത്തിൽ വരുമെന്ന് വിശ്വസിക്കട്ടെ. ഇത് സമയമാ. ഇനി ശത്രുവിന് തടയാൻ കഴിയത്തില്ല, ഇനി തടുത്തു വയ്ക്കാൻ കഴിയത്തില്ല. തരിക എന്ന് ദൈവം പറയും, തരിക എന്ന് കർത്താവ് പറയും. അത് വരും, അത് ജീവിതത്തിൽ വരും. അത് കണ്ട് സന്തോഷിപ്പാൻ ഇടയായിത്തീരും. കർത്താവ് സഹായിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം, ദൈവം സഹായിക്കണം. അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ അറിയിക്കുന്നതൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അങ്ങയുടെ വിശ്വസ്തയുടെ കരം, അധികാരത്തിൻ്റെ കരം ഒന്ന് ചലിക്കണം, പ്രവർത്തിക്കണം. ദൈവം മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.